ഹായ് ഹലോ ഇന്നൊരു ഹെൽത്തി ഡിഷായാലോ ബ്രൊക്കോളിയും ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു കിടുകാച്ചി റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് കണ്ടാലോ. ചിക്കനൊക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/4 വേവ് ആവുന്നതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ബട്ടർ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തത്. ബട്ടർ കയ്യിലുള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യുന്നവർക്കും ഹെൽത്തൊക്കെ നോക്കുന്നവർക്കും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാതെയും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രൊക്കോളിയൊക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും കൂടെ വന്നതോട് കൂടെ നമ്മുടെ ഡിഷ് ഒരു കളർഫുള്ളായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം കേട്ടോ. ഒരു ഹാഫ് കുക്കാണ് ഈ ഒരു ഡിഷിന് ആവശ്യമുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ സോസ് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷ് ഒരു ക്രീമി ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഡിഷ് ഇവിടെ ഏകദേശം സെറ്റായിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.